യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. രാജാക്കന്മാരുടെ രാജാവായ മിശിഹ, മാനവരാശിക്ക് വേണ്ടി രക്ഷകനായി പിറന്നവൻ അപ്പമായിട്ട് മാറി. അപ്പമായിട്ട് മാറിയവൻ മഹത്വപൂർണനായി നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വരികയാണ്. അനുഗ്രഹിക്കുവാൻ, സൗഖ്യം നൽകുവാൻ, കണ്ണുനീർ തുടയ്ക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ. നമുക്ക് ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം, നമ്മുടെ കുടുംബത്തിലേക്ക് സ്വീകരിക്കാം. ഈ ഗാനത്തിൻ്റെ വരികൾ നമുക്കൊന്നു ചേർന്ന് പാടി ആരാധിക്കാം. നീ എൻ്റെ ഉള്ളിൽ സ്നേഹപ്പൂമഴയായി പെയ്യണം. നീ എൻ്റെ ഹൃദയത്തിൽ തേൻ പുഴയായി ഒഴുകണം. നിന്നെയൊന്നാസ്വദിക്കാൻ, നിന്നെയൊന്നനുഭവിക്കാൻ, നീ എന്നും രാജാവായി എന്നിൽ വന്നു വാഴേണം. നീ എൻ്റെ ഹൃദയത്തിൽ തേൻ പുഴയായി ഒഴുകണം. നിന്നെയൊന്നാസ്വദിക്കാൻ, നിന്നെയൊന്നനുഭവിക്കാൻ, നീ എന്നും രാജാവായി എന്നിൽ വന്നു വാഴണം. ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാലകനെ ആരാധിക്കുന്നു ഞങ്ങൾ ആദരവോടെന്നും. ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാലകനെ ആരാധിക്കുന്നു ഞങ്ങൾ ആദരവോടെന്നും. നീ എൻ്റെ മുൻപിൽ ജീവനേകുമപ്പമാകുമ്പോൾ, നീ എന്നിൽ വന്നലിഞ്ഞു ചേരാനായി അണയുമ്പോൾ, കാണുന്നു നിൻമുഖം, അറിയുന്നു നിൻ സ്നേഹം, പാടുന്നു സ്തുതിഗീതം എൻ്റെ നല്ല കർത്താവേ. നീ എൻ്റെ മുൻപിൽ ജീവനേകുമപ്പമാകുമ്പോൾ, നീ എന്നിൽ വന്നലിഞ്ഞു ചേരാനായി അണയുമ്പോൾ, കാണുന്നു നിൻ മുഖം, അറിയുന്നു നിൻ സ്നേഹം, പാടുന്നു സ്തുതിഗീതം എൻ്റെ നല്ല കർത്താവേ. ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാലകനെ ആരാധിക്കുന്നു ഞങ്ങൾ ആദരവോടെന്നും. ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാലകനെ ആരാധിക്കുന്നു ഞങ്ങൾ ആദരവോടെന്നും. ആരാധന, എല്ലാവരും ചേർന്ന് ഒന്ന് ചേർന്ന് പാടാം. ആരാധന, 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 ആരാധന. എല്ലാവരും സ്വരമുയർത്തി ചേർന്ന് പാടട്ടെ. എല്ലാവരും ആരാധിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ആരാധനയുടെ സ്വരമുയരട്ടെ. എല്ലാവരും യേശുവിനെ ആരാധിക്കട്ടെ. സർവശക്തനായവനെ എല്ലാവരും ആരാധിക്കട്ടെ. മാതാപിതാക്കളും മക്കളും പിതാക്കന്മാരും എല്ലാവരും കുടുംബങ്ങളിൽ യേശുവിനെ ആരാധിക്കട്ടെ. ഈ രാത്രി അഭിഷേകത്തിന്റെ രാത്രി, ഈ രാത്രി അനുഗ്രഹത്തിന്റെ രാത്രി, ഈ രാത്രി സൗഖ്യത്തിന്റെ രാത്രി, ഈ രാത്രി വിടുതലിന്റെ രാത്രി. മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന് നമുക്ക് ആരാധിക്കാം. എല്ലാവരും കരങ്ങൾ വീശി ആരാധിക്കട്ടെ. ഹല്ലേലൂയ പാടി ആരാധിക്കട്ടെ. എല്ലാവരും ചേർന്ന് സ്വരമുയർത്തി പാടി ആരാധിക്കട്ടെ.
സ്വരമുയരട്ടെ, ആരാധന സ്തുതിഗീതങ്ങൾ ഉയരട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ഒന്ന് ചേർന്ന് യേശുവിനെ ആരാധിക്കട്ടെ. 2-3 പേർ എൻ്റെ നാമത്തിൽ ഇവിടെ കൂടുന്നുവോ അവിടെ മധ്യേ ഞാനുണ്ട്. യേശു നമ്മുടെ കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് കൂടെയുണ്ട്. ആരാധന സ്തുതിഗീതം ഉയരട്ടെ. ആരാധിക്കുമ്പോഴാണ് വിടുതല്, ആരാധിക്കുമ്പോഴാണ് സൗഖ്യം, ആരാധിക്കുമ്പോഴാണ് ശക്തി. ഹല്ലേലൂയ. നമ്മുടെ സഹനങ്ങളിൽ ആത്മാവിൽ ശക്തി നൽകുന്നു. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, സ്വരമുയർത്തി പാടാമോ? ഹല്ലേലൂയ പാടി യേശുവിനെ ആരാധിച്ച് സ്തുതിക്കട്ടെ. കർത്താവിന്റെ മഹത്വം നമ്മുടെ കുടുംബങ്ങളിൽ ഇറങ്ങട്ടെ. ദൈവ സാന്നിധ്യം നമ്മളിലേക്ക് നിറയട്ടെ. ആത്മാവിന്റെ ശക്തി കടന്നു വരട്ടെ. ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. ഞാൻ അതിന്റെ മധ്യത്തിൽ അതിന്റെ മഹത്വമായിരിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവേ, അഗ്നി കൊണ്ടുള്ള കോട്ടയായി എന്റെ ഭവനത്തെ സംരക്ഷിക്കണമേ. നിന്റെ മഹത്വം എന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരട്ടെ. നിന്റെ മഹത്വം എന്നിൽ നിറയട്ടെ, എന്റെ ഭവനത്തിൽ നിറയട്ടെ. യേശുവേ, അവിടെ ശക്തി അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടി ആരാധിക്കാം. ഹല്ലേലൂയ, പാടി ആരാധിക്കാം. യേശുവിന്റെ നാമത്തെ വിളിച്ചാരാധിക്കാം. യേശുവേ, ഹല്ലേലൂയ. സ്വതന്ത്രമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശു ആരാധന, ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. മലാഖമടിയെന്ന് സ്തുതിച്ചു മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ മറിയത്തോട് ചേർന്ന് ആരാധിക്കുന്നു. വിശുദ്ധന്മാരോട് വിശുദ്ധനോട് ചേർന്ന് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശു ആരാധന. ദിവ്യ കാരുണ്യനാഥാമേക്ക് ആരാധന. ഹല്ലേലൂയ. പിതാവേ നന്ദി. പിതാവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, ആരാധന, ആരാധന. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45:15 ഇപ്രകാരം പറയുന്നു, ഞങ്ങളുടെ രക്ഷകനും നാഥനുമായവനെ അങ്ങ് സത്യമായിട്ടും മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ രക്ഷകനായ, ഞങ്ങളുടെ നാഥനായ, ഞങ്ങളുടെ കർത്താവായ യേശു അവൻ മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. അപ്പത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവം. ഈ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നവൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഈ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നവൻ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവമാണ്. ഈ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നവൻ നമുക്ക് വേണ്ടി വഴികളെ തുറക്കുന്ന ദൈവമാണ്. ഈ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നവൻ നമ്മെ അനുഗ്രഹിച്ചുയർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വചന ശുശ്രൂഷയിൽ ജോബിൻ്റെ ജീവിതമാണ് ധ്യാനിച്ചത്. സഹനത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും വഴികളിലൂടെ കടന്നുപോയ ജോബ്. ഒറ്റപ്പെടലും നിരാശയും, രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കമില്ല, പഴുപ്പും ചലവുമൊഴിച്ച് തിരസ്കരണത്തിൻ്റെ വേദന ഏറ്റുവാങ്ങിയ ജോബിന് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. ഒരുപക്ഷേ നിൻ്റെയും ജീവിതത്തിൽ ഉറക്കമില്ലാത്ത രാത്രികൾ കടന്നു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നീ ഉറക്കം ലഭിക്കാതെ വിഷമിക്കുന്ന വ്യക്തിയാ. തകർച്ചകൾ, പരാജയങ്ങൾ, മക്കളെ ഓർത്തുള്ള വേദനകൾ, കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് ഓർത്ത് മനസ്സിൽ ഭാരമാണ്. രാത്രി ഒരു ഉറക്കം കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റുന്നില്ല. നിന്റെ വേദനകളെല്ലാം യേശുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. സങ്കീർത്തകൻ പറയുന്നുണ്ട്, തൻ്റെ മക്കൾ ഉറങ്ങുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം ദൈവമായ കർത്താവ് നൽകുന്നു. ശാന്തമായിട്ട് അവിടുത്തെ സന്നിധിയിലായിരിക്കാം നമുക്ക്. ഞങ്ങളുടെ എല്ലാ ജീവിത ആവശ്യങ്ങളും വേദനകളും ഭാരങ്ങളും ഒക്കെ കർത്താവിന് കൊടുക്കുക. പല വ്യക്തികളും വലിയ നിരാശയില്ല. അതിന് പല കാരണമുണ്ട്. ഒന്ന്, സാമ്പത്തിക തകർച്ച, ബിസിനസ് തകർന്നു, ജോലി നഷ്ടപ്പെട്ടു. ഈയിടെ ഒരു മകൻ പറഞ്ഞതാണ്, ഗൾഫിലായിരുന്നു ജോലി, കിട്ടിയ സമ്പാദ്യം മുഴുവൻ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. അതൊക്കെ പല കാര്യങ്ങൾക്ക് ചിലവായി. കുടുംബത്തിന് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിച്ചു. ഇപ്പോൾ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു.
നാട്ടിൽ മടങ്ങി വന്നിരിക്കുക. ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, നല്ലൊരു വീട് പണിത്. ഇപ്പോൾ ഒന്നിനും പണമില്ല, മക്കളെ പഠിപ്പിക്കാൻ പണമില്ല, വീടിൻ്റെ ലോണുണ്ട്, അടച്ചു തീർക്കാൻ മാർഗമില്ല. വലിയ വേദനയിലായിരിക്കുന്നൊരു വ്യക്തി. ഇതുപോലെ അനേക ജീവിതങ്ങളിൽ നിന്ന് വേദനിക്കുക. ജോലി നഷ്ടപ്പെട്ടു, തീർത്താൽ തീരാത്ത കടബാധ്യതകൾ. മറ്റൊരു സംഭവം, പലരും മക്കളെ വിദേശ രാജ്യങ്ങളിൽ വിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാരം, അതിൻ്റെ ലോണ് അത് അടച്ചു വിട്ടാൻ ഇന്നൊരു വഴിയില്ലാത്ത അവസ്ഥ. ഈ മഹാമാരി, ഈ പകർച്ചവ്യാധി മൂലം ലോകം മുഴുവൻ പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുക. ഈ സഹനത്തില്, ഈ വലിയൊരു ദുരിതത്തില് നമുക്ക് ബലം കർത്താവിൻ്റെ കരമാണ്. അവൻ്റെ മുറിവിലേക്ക് നോക്കി അവൻ്റെ കരത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഹൃദയത്തിൽ ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് പറയാൻ പറ്റണം, എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്, എൻ്റെ യേശുവിൻ്റെ കൂടെയുണ്ട്. ഈ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നവന് സർവശക്തനാ, അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹൃദയത്തിലൊന്ന് വിശ്വസിക്കുന്നേ. യെശയ്യാ 65:24 പ്രാർത്ഥിച്ചു തീരും മുൻപേ നിനക്ക് ഞാൻ മറുപടി നൽകും. പ്രാർത്ഥിച്ചു തീരും മുൻപേ നിനക്ക് മറുപടി നൽകുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നീ ഉറച്ചു വിശ്വസിക്കുക. ആ വിശ്വാസം നിന്നെ ബലപ്പെടുത്തും, നിന്നെ ധൈര്യപ്പെടുത്തും. വചനം പറയുന്നുണ്ട്, കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. ഏതു ജീവിത പ്രതികൂല സാഹചര്യങ്ങളിലും എനിക്ക് നിങ്ങൾക്ക് ഒന്നേ ചെയ്യാനുള്ളൂ, ശക്തനായവന്റെ കരങ്ങളിൽ മുറുകെ പിടിക്കുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്യുക. അതാണ് ഏറ്റവും ബലം, കർത്താവിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിക്കുക. ഈ ആരാധനയിൽ നിന്റെ കുടുംബത്തെ സമർപ്പിക്ക്, മക്കളെ സമർപ്പിക്ക്. രോഗങ്ങൾ അത് മാത്രമല്ല നമുക്കുള്ളത്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ല. ഇന്ന് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഈ രാത്രിയിൽ അനുഗ്രഹത്തിന്റെ രാത്രിയാണ്. വന്ധ്യമായ ഗർഭപാത്രങ്ങളെ കർത്താവ് തൊടും, ഉറപ്പാണ്. മക്കളില്ലാത്തവരൊക്കെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എത്രയോ ദമ്പതികളാ കണ്ണുനീരോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. മക്കൾ ദൈവത്തിന്റെ ദാനമാണ്. യൗവനത്തിലെ മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. യൗവനത്തിൽ വിവാഹം കഴിക്കുകയും മക്കൾക്ക് ജന്മം നൽകുകയും വേണം. അത് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് നമ്മൾ മാറ്റം വരുത്തണം. യൗവനത്തിൽ തന്നെ മക്കൾക്ക് ജന്മം നൽകുവാൻ നമ്മൾ തയ്യാറാവണം. ധാരാളം മക്കൾ ഉണ്ടാവണം. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. കർത്താവിനെ ഏൽപ്പിക്കാം ജീവിത ഭാരങ്ങൾ. മക്കളുടെ വിദ്യാഭ്യാസം ഓരോ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ലഹരിക്ക് അടിമകളായ മക്കൾ, കഞ്ചാവിനും മദ്യത്തിനും പാൻപരാഗിനും മറ്റു ലഹരിക്ക് അടിമകളായി നശിക്കുന്ന അനേകം യുവാക്കന്മാരുണ്ട്, യുവതികളുണ്ട്. തെറ്റായ പ്രേമബന്ധങ്ങളിൽ കുടുങ്ങി നാശത്തിന്റെ പക്കൽ ജീവിക്കുന്നവരുണ്ട്. അവരെയൊക്കെ സമർപ്പിച്ച് ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് കുടുംബങ്ങളോട് കരുണ കാണിക്കട്ടെ. അനേകം ക്രൈസ്തവ കുടുംബങ്ങൾ വിശ്വാസരാഹിത്യത്തില, വിശ്വാസമില്ല, പ്രാർത്ഥനയില്ല, തെറ്റായ ജീവിതം, പാപത്തിന്റെ വഴികളിൽ ജീവിക്കുന്നു. ക്രൈസ്തവ വിശ്വാസം എവിടെയോ ചോർന്നുപോയ അവസ്ഥയിൽ ജീവിക്കുന്ന അനേകം ക്രൈസ്തവ വ്യക്തികളുണ്ട്. വിശ്വാസം നഷ്ടപ്പെട്ടവർ, അവരൊക്കെ വിശ്വാസത്തിലേക്ക് വരുവാൻ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവരുണ്ട്. അവരൊക്കെ കർത്താവിനെ അറിയുവാനൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും സ്തുതിക്കട്ടെ. യേശുവേ, സ്വരമുയരട്ടെ. യേശുവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, തകർച്ചകൾ ഏറ്റെടുക്കണമേ, ബന്ധനങ്ങളെ തകർക്കണമേ, ശാപത്തിന് മുഖം പൊട്ടിക്കണമേ, രോഗങ്ങൾ സൗഖ്യമാക്കണമേ, ജോലി തടസ്സം മാറ്റണമേ, വിവാഹ തടസ്സം മാറ്റണമേ, മക്കളില്ലാത്തവർക്ക് മക്കൾ കൊടുക്കണമേ, അനുഗ്രഹം ഒഴുകട്ടെ, കൃപയൊഴുകട്ടെ, അഭിഷേകം നിറയട്ടെ, നിരാശ വിട്ടുമാറട്ടെ, ദുഃഖങ്ങൾ വിട്ടുമാറട്ടെ, തകർച്ച വിട്ടുമാറട്ടെ, ഉത്കണ്ഠ വിട്ടുമാറട്ടെ, ഭയം വിട്ടുമാറട്ടെ. സ്വരമുയർത്തി സ്തുതിച്ചേ.
സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ജോബിന്റെ ജീവിതം യേശുവേ മുഴുവൻ സഹനമായിരുന്നില്ല. ഒത്തിരി സഹിച്ച ആ മനുഷ്യൻ. സ്വത്തുക്കളും മക്കളും എല്ലാം നഷ്ടപ്പെട്ടു. ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം വായിക്കുമ്പോൾ ഏതു തകർന്ന വ്യക്തിയുടെയും സഹിച്ച വ്യക്തിയുടെയും ഹൃദയത്തിൽ പ്രത്യാശയും പ്രതീക്ഷയും നിറയുന്ന അനുഭവം. നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തു. 10 മക്കളെ കൊടുത്തു, സമ്പത്ത് കൊടുത്തു, അനുഗ്രഹം കൊടുത്തു. കൊച്ചുമക്കൾ 4 തലമുറയെ കണ്ടു. 140 വയസ്സോളം ജോബ് ജീവിച്ചു. ജോബിന്റെ സഹനങ്ങളെ കുറിച്ച് കേട്ട് നമ്മുടെ ഹൃദയം തളർന്നു പോകരുത്. അതുപോലെ സഹിച്ച മനുഷ്യന്റെ ജീവിതത്തിൽ സകല നന്മകളും വാരിക്കോരിക്കൊടുത്തൊരു ദൈവമുണ്ട്. ആ സ്വർഗീയ പിതാവിന്റെ സ്നേഹം നമ്മൾ അറിയണം. ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ തക്കവണ്ണം അവിടുത്തെ ആത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം നമ്മുടെ പിതാവ്. ദൈവം ഒരിക്കലും ആരെയും തകർത്തു കളയത്തില്ല, നശിപ്പിച്ചു കളയത്തില്ല. ദൈവം ശപിക്കുന്നവനല്ല, ദൈവം ശിക്ഷിച്ച് പുറന്തള്ളുന്നവനല്ല. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ സഹനങ്ങളിൽ, നിന്റെ കണ്ണുനീരിൽ, തകർച്ചകളിൽ, വേദനയിൽ, പരാജയങ്ങളിൽ നിന്റെ ഒപ്പം നടക്കുന്നൊരു ദൈവമുണ്ട്. എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. നമ്മുടെ മുൻപിലും പിൻപിലും കാവൽ നിൽക്കുന്നവൻ, നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മളെ ശക്തിപ്പെടുത്തുന്നവനാ നമ്മുടെ ദൈവം. ആ പിതാവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കാം. നമുക്കൊന്ന് വിളിച്ചു പ്രാർത്ഥിക്കാം. ദൈവത്തെ അപ്പ എന്നൊന്ന് വിളിക്കാം. സ്വന്തം പിതാവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ പിതാവ്. ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ളൊരു ഭാഗ്യമാ ദൈവമക്കളായി നമുക്ക് നൽകിയിരിക്കുന്നത്. കരമുയർത്തി പിടിച്ചൊന്ന് വിളിച്ചേ, അപ്പാ അപ്പാ അനുഗ്രഹിക്കണമേ, അപ്പാ പിതാവേ അനുഗ്രഹിക്കണമേ. ദൈവം എൻ്റെ അപ്പനാ, ദൈവം എൻ്റെ പിതാവാ, ദൈവം എൻ്റെ എല്ലാം എല്ലാമാ. അപ്പാ അനുഗ്രഹം വർഷിക്കണമേ. തകർന്ന എൻ്റെ കുടുംബത്തെ ഏറ്റെടുക്കണമേ. നിന്റെ പുത്രന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയിൽ അനുഗ്രഹം ചൊരിയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന, ആരാധന. ആബാ പിതാവേ, ആബാ പിതാവേ, മക്കളിൽ കനിയേണമേ. എല്ലാവരും ചേർന്ന് പാടാം. ആബാ പിതാവേ, ആബാ പിതാവേ, മക്കളിൽ കനിയേണമേ. ഹൃദയത്തിലെ പിതാവായ ദൈവത്തെ ഒന്ന് സ്നേഹിച്ചുകൊണ്ട് പാടിക്കേ. പിതാവേ, ആബാ പിതാവേ, മക്കളിൽ കനിയേണമേ. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി നമ്മുടെ കുടുംബത്തിലേക്ക്, ജീവിത ഭാരങ്ങളിലേക്ക് അപ്പന്റെ കരുണ ഒഴുകുവാൻ പ്രാർത്ഥിക്കാം. ദൈവപിതാവിന്റെ കരുണ ഒഴുകുവാൻ പ്രാർത്ഥിക്കാം. ആരുമില്ലപ്പാ, ആരുമില്ലപ്പാ, ആരും സഹായിപ്പാനില്ല. യേശുവേ ആരുമില്ലപ്പാ, ആരുമില്ലപ്പാ, ആരും സഹായിക്കാനില്ല. ഒരിക്കൽ കൂടി ആരുമില്ലപ്പാ, ആരുമില്ലപ്പാ, ആരും സഹായിപ്പാനില്ല. യേശു ഇപ്രകാരം പറയുന്നുണ്ട്, എന്നെ കാണുന്നവൻ എന്റെ പിതാവിനെ കാണുന്നു, ഞാനും എന്റെ പിതാവും ഒന്ന്. പിതാവിനെ കാണണമെങ്കിൽ യേശുവിനെ നോക്കിയാൽ മതി. പിതാവിന്റെ സ്നേഹം മുഴുവൻ യേശുവിലൂടെയാണ് വെളിപ്പെട്ടത്. യേശുവിലേക്ക് നോക്കാം. ദൈവത്തിന്റെ സ്നേഹം, പിതാവിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാം. പരിശുദ്ധാത്മാവിലൂടെ
ദൈവസ്നേഹം നമ്മിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി കരമുയർത്തി പിടിച്ചു. ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. അഗ്നിക്കോട്ടയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും ദൈവജനത്തിന് അങ്ങ് മുൻപിലും പിൻപിലും ഉണ്ടായിരുന്നു. അഗ്നിസ്തംഭത്തിൽ ദൈവജനത്തെ നയിക്കാൻ അങ്ങ് വഴികാട്ടിയായിട്ടുണ്ടായിരുന്നു. ദൈവസ്നേഹത്തിൻ്റെ അഗ്നി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അഗ്നിയാൽ ഞങ്ങളെ പൊതിയണമേ. ഞങ്ങളുടെ വിശുദ്ധാത്മാക്കൾ സ്നേഹത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി കൊണ്ട് നിറഞ്ഞു ജ്വലിച്ച് സഹനത്തിനു സാക്ഷ്യം വഹിച്ചതുപോലെ സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. മഹത്വത്തിൻ്റെ രാജാവേ, ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അങ്ങ് വരണമേ. അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന, 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 ആരാധന. ജോബിനെ അനുഗ്രഹിച്ച ദൈവം, അബ്രാഹത്തെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവരാജ്യം തേടുന്ന ഒരു വ്യക്തി വിലയേറിയ ഒരു രത്നം കണ്ടെത്തുകയാണ്. ആ രത്നം കണ്ടെത്തിയപ്പോൾ തനിക്കുണ്ടായിരുന്നതെല്ലാം വിറ്റു, തനിക്കുണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ചു. എന്നിട്ട് ആ രത്നം സ്വന്തമാക്കി. ആ രത്നം ക്രിസ്തുവാണ്. വീണ്ടും പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ദൈവരാജ്യമാകുന്ന വയലിനെ കുറിച്ച് മനസ്സിലാക്കി. ആ വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു നിധിയുണ്ട്. ആ നിധി ക്രിസ്തുവാണ്. ദൈവരാജ്യത്തിലെ ഏറ്റവും വലിയ നിധി ക്രിസ്തുവാണ്. ദൈവരാജ്യം നിങ്ങളിൽ തന്നെയുണ്ട്. ബലവാന്മാർ അത് ബലപ്രയോഗത്തോടെ കീഴടക്കുന്നു. ആ നിധി, ആ രത്നം യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ ആര് സ്വന്തമാക്കുന്നുവോ അവനാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ. യേശു സഹനത്തിലൂടെ കടന്നുപോയി. നമ്മൾ സഹനത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ തിരിച്ചറിയുക, അവൻ നടന്ന അതേ വഴിയിലൂടെ നീയും നടന്നേ മതിയാവത്തുള്ളൂ. ഏറ്റവും വലിയ നിധി, ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ സമ്പത്ത് ഈ ലോകത്തിൻ്റെ സമ്പത്തോ ഈ ലോകത്തിൻ്റെ നേട്ടമോ പദവിയോ പണമോ ഒന്നുമല്ല. ഏറ്റവും വലിയ സമ്പത്ത് യേശുവാണ്. ഹല്ലേലൂയ. ഏറ്റവും വലിയ സമ്പത്തായ യേശുവിനെ സ്വന്തമാക്കാം. നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായ യേശുവിനെ നമുക്ക് സ്വന്തമാക്കാം. ആദ്യം നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അനുഗ്രഹം, നന്മ, നിനക്ക് വേണ്ടത് മുഴുവൻ അവിടുന്ന് കൂട്ടിച്ചേർത്ത് നൽകും. ഹല്ലേലൂയ. കരമുയർത്തട്ടെ. കർത്താവ് യേശുവിനെ വിളിച്ച്, യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ. നമുക്ക് കരമടിച്ചൊന്നു ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. ദിവ്യകാരുണ്യമേ ആരാധന, ജീവിക്കും ദൈവമേ ആരാധന. ദിവ്യകാരുണ്യമേ ആരാധന, ജീവിക്കും ദൈവമേ ആരാധന. എല്ലാവരും ചേർന്ന് സ്വരമുയർത്തി ആരാധന, 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 ആരാധന. വലിയ സന്തോഷത്തോടെ, വലിയ ആനന്ദത്തോടെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവേ,
അങ്ങനെ മുറിവേറ്റ കരം വയ്ക്കണമേ. എല്ലാ രോഗികളെയും ഇപ്പോൾ സൗഖ്യമാക്കണമേ. യേശുവിന്റെ നാമത്തില് ക്യാൻസർ രോഗികളെ സൗഖ്യമാവട്ടെ. ട്യൂമറുകൾ പറ്റിപ്പോവട്ടെ. നടുവ് നട്ടല് സൗഖ്യമാവട്ടെ. അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ. ഹാർട്ടുകൾ സൗഖ്യമാവട്ടെ. യേശുവേ സ്പർശിക്കണമേ. കരൾ രോഗിയെ സൗഖ്യമാവട്ടെ. എല്ലാ രോഗപീഠകളും ശരീരങ്ങളെ വിട്ടുമാറട്ടെ. ചേർന്ന് പാടി ആരാധിക്കാം. വിടുതലേകും ശക്തി ആരാധന, അത്ഭുത ശക്തി ആരാധന, വിടുതലേകും ശക്തിയേ ആരാധന, അത്ഭുത ശക്തിയേ ആരാധന. മറിയത്തിൻ പുത്രനെ ആരാധന, ഭൂലോകനായക ആരാധന, മറിയത്തിൻ പുത്രനേ ആരാധന, ഭൂലോകനായക ആരാധന. ആരാധന, 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 ആരാധന. പാപവിമോചകരെ ആരാധന, സ്വർഗീയ മന്നയെ ആരാധന, പാപവിമോചകനേ ആരാധന, സ്വർഗീയ മന്നയേ ആരാധന. അത്യുന്നത ശക്തിയെ ആരാധന, അലിവാർന്ന സ്നേഹമേ ആരാധന, അത്യുന്നത ശക്തിയേ കരമുയർത്തി അടിച്ചു പാടട്ടെ. ഒന്ന് ചേർന്ന് ആരാധന, സ്നേഹമേ ആരാധന. ചേർന്ന് പാടാം. സ്വരമുയർത്തി ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ശക്തി അയക്കണമേ. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി ഒഴുകട്ടെ. ലൂക്ക 6:19 അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. രോഗികളെല്ലാം സൗഖ്യം പ്രാപിച്ചു. സൗഖ്യത്തിന്റെ ശക്തി ഒഴുകട്ടെ. ലോകമെമ്പാടും ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ദൈവശക്തി ഒഴുകട്ടെ. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി പ്രവാഹമുണ്ടാവട്ടെ. തീരാ രോഗികൾ സൗഖ്യമാവട്ടെ. പാപത്തിന്റെ ബന്ധനം അഴിയട്ടെ. പൈശാചിക പിഴ വിട്ടുമാറട്ടെ. പാപദുശീലങ്ങൾ വിട്ടുമാറട്ടെ. ആസക്തികൾ വിട്ടുമാറട്ടെ. യേശുവേ മക്കളില്ലാത്ത ദമ്പതികളെ സ്പർശിക്കണമേ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമേ. വന്ധ്യമായിരിക്കുന്ന ഗർഭപാത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കടഭാരങ്ങൾ മാറിപ്പോവട്ടെ. ജോലിഭാരം മാറിപ്പോവട്ടെ. തകർച്ചകൾ വിട്ടുമാറട്ടെ. എല്ലാവരും കരമടിച്ചൊന്നു ചേർന്ന് പാടി ആരാധിക്കട്ടെ. അത്ഭുത ശക്തിയെ ആരാധന, സൗഖ്യമേകും നാഥനെ ആരാധന, അത്ഭുത ശക്തിയെ ആരാധന, സൗഖ്യമേകും നാഥനെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് മൗനമാവാം. ദിവ്യകാരുണ്യ ഈശോയുടെ തിരുസന്നിധിയിലെ കരങ്ങൾ കുപ്പിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹഗ്ഗായി 2:19 കർത്താവ് അരുളി ചെയ്യുന്നു, ഇന്നു മുതൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. സഹനങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. സഹനങ്ങൾക്കപ്പുറം കർത്താവ് നിന്റെ കണ്ണുനീർ തുടയ്ക്കും. എന്നും നിന്നെ കർത്താവ് സഹനത്തിനും തകർച്ചയ്ക്കും വിട്ടുകൊടുക്കത്തില്ല. ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഒരു വിജയമുണ്ട്. ജോബിനെ ഒരു സമൃദ്ധിയിലേക്ക് ദൈവം നയിച്ചു. ജോബിൻ്റെ സുവർണകാലം ജോബ് 42 നമ്മൾ വായിക്കുന്നു.
നിന്റെ സഹനത്തിൻ്റെ കാലം, നൊമ്പരത്തിൻ്റെ കാലം, വേദനയുടെ കാലമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നിന്റെ ജീവിതത്തിൽ നന്മയുടെ അനുഗ്രഹത്തിൻ്റെ ഒരു സുവർണകാലം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഉറപ്പാത് ഏറ്റവും വലിയ സമ്പത്ത് യേശുവ. ആ യേശുവിനെ കിട്ടിയാൽ ബാക്കിയെല്ലാം നമുക്കുണ്ട്. സഹനങ്ങളെ ഓർത്ത് നന്ദി പറയാം, കഷ്ടതകളെ ഓർത്ത് നന്ദി പറയാം. ദൈവം എല്ലാം ദാനമായിട്ട് നൽകിയ അനുഗ്രഹങ്ങൾ, ജോലി, ബിസിനസ്, സമ്പത്ത്, മക്കള്, സ്ഥലം, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അവയോർത്ത് നമുക്ക് നന്ദി പറയാം. എല്ലാ ദാനങ്ങളെ ഓർത്ത് നന്ദി പറയാം. ഒരിക്കൽ കൂടി നിങ്ങളുടെ ആവശ്യങ്ങളും രോഗങ്ങളും ഭാരങ്ങളൊക്കെ ഈശോയുടെ മുന്നിൽ സമർപ്പിച്ചുകൊള്ളുക. യേശുവേ, അങ്ങയുടെ മുറിവേറ്റ കരം വയ്ക്കണമേ. നിയമാവർത്തനം 7:15 രോഗങ്ങളെല്ലാം അവിടുന്ന് നീക്കിക്കളയും. എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കണമേ. അങ്ങയുടെ മുറിവിനാൽ സൗഖ്യമുണ്ട്. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി ഒഴുകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസർ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാനസിക രോഗികൾ സൗഖ്യമാവട്ടെ. ഹാർട്ട് രോഗികൾ സൗഖ്യമാവട്ടെ. കിഡ്നി രോഗികൾ സൗഖ്യമാവട്ടെ. തളർന്നു കിടക്കുന്നവർ എണീറ്റു നടക്കട്ടെ. തലച്ചോറിലെ ഞരമ്പ് വെട്ടി ആശുപത്രിയിലായിരിക്കുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ. മദ്യപാനത്തിന്റെ ആസക്തി വിട്ടുമാറട്ടെ. ലഹരിക്ക് അടിമകളായ യുവതി യുവാക്കന്മാർ മോചനം പ്രാപിക്കട്ടെ. അവിശ്വാസികൾ വിശ്വാസത്തിലേക്ക് കടന്നു വരട്ടെ. കടബാധ്യതകൾ മാറിപ്പോവട്ടെ. ജോലി തടസ്സങ്ങൾ മാറിപ്പോവട്ടെ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമാവട്ടെ. മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കൾ പിറക്കട്ടെ. കൗണ്ടില്ലാത്തവർക്ക് യേശുനാമത്തിൽ കൗണ്ട് വർദ്ധിക്കട്ടെ. വന്ധ്യമായിരിക്കുന്ന ഗർഭപാത്രത്തിൽ ദൈവശക്തി ഇപ്പോൾ കടന്നു പോവട്ടെ. മക്കളുടെ സമൃദ്ധി ഉണ്ടാവട്ടെ. അനുഗ്രഹത്തിന്റെ സമൃദ്ധി ഉണ്ടാവട്ടെ. വന്ധ്യക്ക് ഞാൻ വസതി കൊടുക്കും, മക്കളെ നൽകി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ജെറമിയ 17:14 കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവേ, എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. കർത്താവേ, അങ്ങാന്റെ പ്രത്യാശ, അങ്ങയുടെ വചനം നിവൃത്തിയാവട്ടെ. യേശുവേ, വചനം അയച്ചുകൊണ്ട് തകർച്ചകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, സഹനങ്ങളിൽ നിന്ന്, ശാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് ദൈവജനത്തിന് വിടുതൽ കൊടുക്കണമേ. ഈ ആരാധനയിലൂടെ അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയിൽ സകല പാപത്തിന്റെ ബന്ധനങ്ങളും പൈശാചിക ബന്ധനങ്ങളും പാപാസക്തികളും വിട്ടുമാറട്ടെ. യേശുവിന്റെ പീഡാസഹനത്തിന്റെ യോഗ്യതയിൽ ശാപത്തിന്റെ ദുഃഖങ്ങളും ബന്ധനങ്ങളും തകരട്ടെ. ദൈവജനം സ്വതന്ത്രമാവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഒരിക്കൽ കൂടി കരമുയർത്തി വിളിച്ച് യേശുവേ, യേശുവേ, കരുണയായിരിക്കണമേ. അപ്പാ പിതാവേ, കരുണ ചൊരിയണമേ, കൃപ വർഷിക്കണമേ, അഭിഷേകം ചൊരിയണമേ, അനുഗ്രഹം വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഈ ആരാധനയിൽ കർത്താവ് ഈ സമയം അനേകരെ സ്പർശിക്കുന്നുണ്ട്. ലോകരാജ്യങ്ങളിൽ ഈ നൈറ്റ് വിജിലിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും കർത്താവ് തൊടുന്നു. വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നുണ്ട്. എൻ്റെ ആത്മാവിൽ കർത്താവ് ശക്തമായിട്ട് ഇങ്ങനെ പറയുന്നു, കിഡ്നി സംബന്ധമായ രോഗമുള്ള ഏതോ ഒരു വ്യക്തിയെ, ഒരു 30 വയസ്സ് താഴെയുള്ള ഏതോ ഒരു വ്യക്തിയെ കർത്താവ് ഈ ആരാധനയുടെ സമയങ്ങളിൽ സ്പർശിക്കുന്നുണ്ട്. അതുപോലെ ഇടുപ്പല്ലിൻ്റെ വേദന കർത്താവ് സൗഖ്യമാക്കുന്നു. 7 വർഷത്തോളമായിട്ട് മക്കളില്ല പ്രാർത്ഥിക്കുന്ന ഏതോ ഒരു മകനെയും മകളെയും ഈ സമയങ്ങളിൽ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. കടുത്ത മൈഗ്രെയിൻ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ലൈംഗിക ബലഹീനതയുള്ള ഏതോ ഒരു വ്യക്തി ആരാരുടെ സമയത്ത് കർത്താവ് തൊടുന്നുണ്ട്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. അവർക്ക് മക്കളുമില്ല, വിവാഹമില്ല. ദൈവത്തിൻ്റെ വലിയൊരു ശക്തി ആ വ്യക്തിയെ തൊട്ടുകൊണ്ടിരിക്കുന്നു. കടബാധ്യതയിൽ തകർന്ന അനേക ജീവിതങ്ങളെ കർത്താവ് ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ആത്മാവിൽ കർത്താവ് ഇങ്ങനെ പറയുന്നത്, കാനഡയിൽ പഠിക്കുന്നു, അതിനുശേഷം ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് നടക്കാത്ത ചില വ്യക്തികൾ കണ്ണുനീരോടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അത്ഭുത വഴികൾ, ജോലിയുടെ വഴികൾ കർത്താവ് തുറന്നു കൊടുക്കുന്നു. PR കിട്ടാനായിട്ട് ചില രാജ്യങ്ങളിൽ ഹൃദയം നുറുകി പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളെ, പ്രത്യേകിച്ച് 2 കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. മക്കളില്ലാത്തവരുടെ മേൽ കർത്താവിന്റെ കരുണ ഒഴുകുന്നു. കടബാധ്യതക്കാരെ കർത്താവ് ഏറ്റെടുക്കുന്നു.
ജോലിയില്ലാത്ത മക്കളെ കർത്താവ് ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. വലിയ അനുഗ്രഹം കർത്താവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മൾ ഉറച്ചു വിശ്വസിക്കുക, ഓരോ വ്യക്തിയും വിശ്വസിക്കുക. ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ, ഈ രാത്രി ആരാധനയിലൂടെ ഉറപ്പായിട്ടും എൻ്റെ ആവശ്യങ്ങളുടെ മേൽ, എൻ്റെ നിയോഗത്തിൻ്റെ മേൽ എൻ്റെ യേശു ഇടപെട്ട് കഴിഞ്ഞു. ഈ വിശ്വാസത്തോടെ നമുക്കൊരിക്കൽ കൂടി നന്ദി പറഞ്ഞ് കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. സാധിക്കുന്നവരൊക്കെ മുട്ടയിൽ നിൽക്കുക. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് ശക്തി ഒഴുകട്ടെ. എല്ലാ ബന്ധനങ്ങളും തകരട്ടെ. തകർച്ചകളും രോഗങ്ങളും വിട്ടുമാറട്ടെ. സഹിക്കുന്നവർക്ക് സഹിക്കാൻ ശക്തി കൊടുക്കണമേ. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ആത്മധൈര്യവും ശക്തിയും കൊടുക്കണമേ. ദിവ്യകാരുണ്യത്തിന് ശക്തി ഒഴുകട്ടെ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ, രക്ഷകനാം മിശിഹാതൻ ദിവ്യദിനം വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ, സ്വർഗാരോപിത മാതാവിൻ
തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ.